സുന്ദരി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് പാചകമാണ് ചെയ്യാൻ പോകുന്നത്. പാചകം എന്താണെന്നല്ലേ, അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെ, അതാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഒരുപാട് അമ്മമാർക്ക് അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് അറിയില്ല. ചില അമ്മമാർക്ക് അറിയാം കേട്ടോ. ഞാൻ തൊഴിലുറപ്പിന് പോകുന്ന ഒരാളാണ്. തൊഴിലുറപ്പിന് പോകുമ്പം പല അമ്മമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ അപ്പം ഉണ്ടാക്കുമ്പോൾ അത് ശരിയായി വരുന്നില്ല, ഒന്നല്ലെങ്കിൽ അത് പുളിക്കത്തില്ല, ഇല്ലെങ്കിൽ ഈസ്റ്റ് കൂടിപ്പോവും, അല്ലെങ്കിൽ സോഡാപ്പൊടി കൂടിപ്പോവും, അല്ലെങ്കിൽ അത് ചുട്ടെടുക്കുമ്പോൾ ഒരട്ടി പോലെ ഇരിക്കുന്നു. ഇതൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന അപ്പം ടേസ്റ്റായിട്ടിരിക്കും. ഞാൻ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഉപയോഗിക്കാറില്ല. ഞാൻ ഉപയോഗിക്കുന്നത് ഇത്ര മാത്രമാണ്: 250 ഗ്രാം പച്ചരി. ഞാനും എൻ്റെ അമ്മച്ചിയും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ. 250 ഗ്രാം പച്ചരിയാണ് ഞങ്ങൾ എടുക്കുന്നത്. കുറച്ച് ചോറ്, കുറച്ച് തേങ്ങ, കുറച്ച് പഞ്ചസാര. അത് പഞ്ചസാര വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഞാൻ പഞ്ചസാര ഉപയോഗിക്കുന്നത് വെച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയാണ്. അത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അപ്പത്തിന് അരച്ച് വെച്ചാലോ? അതെങ്ങനെയാണെന്നറിയാമോ? സോഡാപ്പൊടിയൊന്നും ഇടാത്തത് കൊണ്ട് നമ്മൾ തലേ ദിവസം ഒരു 2 മണി, ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ ഇതിനെ അരച്ച് വയ്ക്കണം. എന്നാൽ മാത്രമേ രാവിലെ ചുടുമ്പോൾ നല്ല സോഫ്റ്റുള്ള അപ്പം കിട്ടത്തുള്ളൂ. അല്ലാതെ അപ്പോഴേ അരച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അത് സോഫ്റ്റ് കിട്ടത്തില്ല. ഈ പറഞ്ഞതുപോലെ ഒരട്ടി പോലെയൊക്കെ ഇരിക്കും. നമുക്കങ്ങനെ അപ്പത്തിന് അരച്ചാലോ? കുറച്ച് പച്ചരി ഇട്ടു, കുറച്ച് തേങ്ങ, കുറച്ച് ചോറ്. ഞാനൊരു 2 സ്പൂൺ പഞ്ചസാര ഇടും കേട്ടോ. 2 സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് വെള്ളം. വെള്ളം ഒരുപാട് കൂടാൻ പാടില്ല. അത് നമ്മൾ അരച്ച് നോക്കിയിട്ടാണ് വീണ്ടും വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ അത് റെഡിയായി വരത്തില്ല. അപ്പത്തിന് ഒരുപാട് വെള്ളം കൂടാനും പാടില്ല, ഒരുപാട് വെള്ളം കുറയാനും പാടില്ല. പിന്നെ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് തരിയും വരാൻ പാടില്ല. അത് മീഡിയം ഇതായിരിക്കണം. ഒരുപാട് അങ്ങനെ അരച്ച് സോഫ്റ്റായിട്ട് എടുക്കുകയും വേണ്ട. അങ്ങനെയാണ് എടുക്കേണ്ടത് അപ്പത്തിന്. ഇങ്ങനെ എടുക്കണം അപ്പത്തിനുള്ള മാവ്. കണ്ടോ? ഇങ്ങനെ ആയിരിക്കണം, ഈ പരുവായിരിക്കണം.